പ്രേക്ഷകരുടെ പ്രിയ പരിപാടിയായ VIP-യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് VIP-യിൽ എന്നോടൊപ്പമുള്ളത് കേരള രാഷ്ട്രീയത്തിലെ അല്ലെങ്കിൽ കേരള സമൂഹത്തിലെ അതികായകനായ ഒരു വ്യക്തിയുമായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക്, അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിലേക്ക്, അദ്ദേഹത്തിൻ്റെ ഓണവിശേഷങ്ങളിലേക്ക്, ആ വിശേഷങ്ങളിലേക്കുള്ള ഒരു യാത്ര. നമസ്കാരം സാർ. സാറിൻ്റെ ആദ്യ നിയമസഭാ പ്രവേശനം ആ കാലം മുതൽ തന്നെ അങ്ങ് തിരക്കുള്ള ഒരു വ്യക്തിത്വമായി മാറിക്കഴിഞ്ഞായിരുന്നു. കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഒരുപാട് ശ്രദ്ധേയമായ ഒരു വ്യക്തിത്വമായി മാറിക്കഴിഞ്ഞിരുന്നു. ഈ ഒരു തിരക്കിനിടയിൽ പോലും ആഘോഷ നിമിഷങ്ങളിലൊക്കെ, പ്രത്യേകിച്ചും ഓണം പോലെയുള്ള ആഘോഷ നിമിഷങ്ങളിലൊക്കെ കുടുംബവുമായി ഒത്തുചേരാനൊക്കെ സാധിച്ചിരുന്നു. അതിനുള്ള സമയവും ഒക്കെ കിട്ടിയിരുന്നു. പിന്നെ ഞാൻ വളരെ ആക്റ്റീവായി രാഷ്ട്രീയത്തിൽ വരുന്നത് 1950 പോലെ 60-ലാണ് MLA ആകുന്നത്. ഞാൻ 60-നേക്കാൾ ആക്റ്റീവാണ് 50-ൽ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തിരുവനന്തപുരം കമ്മിറ്റി ഉണ്ടാക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും ആദ്യം രംഗത്ത് നിന്നുകൊണ്ട് ഒരാളാണ് ഞാൻ. അന്ന് ഞാൻ ഇൻ്റർമീഡിയറ്റിന് പഠിക്കുക. ഓണവും പരിപാടികളും ഒന്നും അന്ന് തലയ്ക്കകത്ത് കയറത്തില്ല. ഓണ ദിവസവും പട്ടിണി കിടക്കുകയും ഓണ ദിവസവും ഓണം ആഘോഷിക്കാൻ നാട്ടിൽ വരാതിരിക്കുകയും, അന്ന് എവിടെയെങ്കിലും പാർട്ടി കമ്മിറ്റികളും മറ്റു കാര്യങ്ങളും, അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്രയും ശക്തമായ കാലമല്ല. തിരുവനന്തപുരം ജില്ലയിലായിരുന്നു പ്രവർത്തന കേന്ദ്രം. തിരുവനന്തപുരം ജില്ലയിലൊക്കെ പട്ടത്താവുള്ള സാറിൻ്റെ കിരീടം വെക്കാത്ത രാജാവായി അദ്ദേഹത്തെ കരുതുന്ന കാലമാണ്. വളരെ ബുദ്ധിമുട്ടുള്ള പ്രവർത്തനമാണ്. അന്ന് എൻ്റെ കൂടെ പ്രവർത്തിച്ചുള്ള ഒരാളെ അടുത്ത കാലം വരെ ജീവിച്ചിരുന്നുള്ളൂ, KN അനിരുദ്ധൻ. അദ്ദേഹം ഈ അടുത്ത കാലത്ത് മരിച്ചുപോയി. ധീരനായ ഒരു നേതാവായിരുന്നു അനിരുദ്ധൻ്റെ അവസാന കാലം എന്ന് പറയുന്നത് നമുക്ക് കാണാൻ തന്നെ ദുഃഖകരമായ രീതിയായിരുന്നു. അത്ര സമർത്ഥനും ചൂണ്ടിപ്പുള്ള ആളുമായിരുന്നു. ഒരു ഗുരു എന്ന് വേണേൽ പറയാൻ അനിരുദ്ധനെ. പിന്നെ PKV അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് അന്ന് കൂടെ പ്രവർത്തിച്ചിരുന്നത്. ആ ഓണമൊന്നും അന്ന് വിഷയമില്ല. മാത്രവുമല്ല, അന്ന് എവിടെയെങ്കിലും ഒരു സമരപ്പന്തലിലായിരിക്കും. കാരണം ഓണം ആഘോഷിക്കാൻ ബോണസോ മറ്റു കാര്യങ്ങളോ ഇന്നത്തെ പോലെ കിട്ടാത്ത കാലഘട്ടത്തിൽ തൊഴിലാളി പട്ടിണി കിടക്കുമ്പോൾ നമ്മളും അവരുടെ പന്തലിൽ പട്ടിണിയാണ്. അത് MLA ആയതിനു ശേഷവും MP ആയതിനു ശേഷവും ഒക്കെ തന്നെ, പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുമ്പോഴും ഒക്കെ തന്നെ തിരുവോണം മിക്കവാറും ഞാൻ പട്ടിണിയാണ്. കാരണം അണ്ടിയാപ്പീസിലെ ഇവിടെയൊക്കെ ഫാക്ടറികളാണ്. അപ്പോഴത്തേക്ക് ഞാൻ MLA ഒക്കെ ആയി കഴിഞ്ഞു. ഫാക്ടറികളിലെ തൊഴിലാളിക്ക് ബോണസ് കിട്ടുകയില്ല, മുതലാളിമാർ കൊടുക്കുകയില്ല. ഇപ്പോഴായത് കൊടുത്തു തുടങ്ങിയത്. പിടിച്ചു വാങ്ങിക്കാൻ വേണ്ടി അവർ നടത്തുന്ന ഫാക്ടറികൾക്കുള്ളിൽ നടത്തുന്ന നിരാഹാരവും സമരവും, അതിൻ്റെ കൂടെ നമ്മളും കിടക്കുക. നമുക്കും പിന്നെ ഓണമില്ല. അപ്പം ഈ ഓണത്തിൻ്റെ വലിയ ഓർമ്മകളൊന്നും ബാല്യകാലം ഞാൻ ചെലവിട്ടത് ഈ വീട്ടിലല്ല, എൻ്റെ കുടുംബത്തിലല്ല. അന്ന് ഞാൻ വെളിയിലാണ് പഠിച്ചത്. അപ്പം വെളിയിലെ പഠിത്തമല്ലാതെ വീട്ടിൽ അങ്ങനെ വന്ന് പോവുക എന്നുള്ളത് വളരെ ചുരുക്കമായി വരും. കാശ് വേണ്ടപ്പം വീട്ടിൽ വരും. അങ്ങനെയാ. അമ്മയാ പണം തരുന്നേ. പണം തരും, അച്ഛനും തരും. അപ്പം ഈ ഓണത്തിൻ്റെതായ താല്പര്യങ്ങളെക്കാൾ കൂടുതലും, ഓണകാലങ്ങളെക്കാൾ കൂടുതൽ താല്പര്യവും ഓണകാലത്തുള്ള ചുമതലകളാണ് പ്രധാനം. അതുകൊണ്ട് ഈ ഓണത്തിൻ്റെ, എന്നാൽ ഓണത്തിൽ പങ്കെടുത്തിട്ടില്ലെന്നല്ല, പക്ഷെ ഓണത്തിൽ പങ്കെടുക്കുന്നതിനേക്കാൾ കൂടുതൽ അറിയാറായ കാലം മുതൽ തന്നെ ഈ സമരങ്ങളിലും മറ്റുമൊക്കെ പങ്കെടുക്കുന്നതുകൊണ്ട് ഓണമൊന്നും ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല. പ്രായമായി കഴിയുമ്പോൾ പിന്നെ അതിലൊന്നും താല്പര്യമില്ലല്ലോ. എങ്കിലും ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ജാതിക്കും മതത്തിനുമൊക്കെ അതീതമായി നടന്നുകൊണ്ടിരുന്ന ഒരു നല്ല കാലമാണ് ഈ ഓണം എന്ന് പറയുന്നത്. നല്ല ഉത്സവമെന്നും പറയാം. വിളവെടുപ്പാണല്ലോ ഇതിൻ്റെ പ്രധാനമായ ലക്ഷ്യം. അപ്പം പുതു വർഷത്തിൻ്റെ തുടക്കത്തിൽ വിളവെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഈ ഓണം. ഈ ബോണസ് തന്നെ യഥാർത്ഥത്തിൽ കണ്ടുപിടിച്ചത് എനിക്ക് തോന്നുന്നത് കേരളമാണ്, തിരുവിതാംകൂർ പ്രത്യേകിച്ചും. കാരണം ഓണത്തിന് തൊഴിലാളിക്ക് പ്രത്യേകമായി വസ്ത്രം, ആഹാര സാധനങ്ങൾ ഉണ്ടാക്കുക, അവർക്ക് പണം കൊടുക്കുക, അവർക്ക് ആവശ്യമുള്ളതൊക്കെ കൊടുക്കുക, ഇതൊക്കെ സമരമില്ലാതെ തന്നെ കൊടുത്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടവും സംസ്കാരമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. ആ സംസ്കാരം എന്നെ വളരെ ആകർഷിച്ചിട്ടുള്ളതാണ്. കാരണം ജോലിക്ക് വന്നാലും ഇല്ലെങ്കിലും, ജോലിക്ക് വരുന്നവർക്കും ഇല്ലെങ്കിലും
വീട്ടിൽ വരുന്ന എല്ലാ ആളുകൾക്കും ഭക്ഷണവും വീട്ടിൽ കൊണ്ടുപോകാനുള്ള ഭക്ഷണത്തിനുള്ള വകയും അരിസാധനങ്ങൾ വകയും വീട്ടിലേക്ക് ആവശ്യമുള്ള പിള്ളേർക്ക് ഉൾപ്പെടെയുള്ളവർക്കുള്ള തുണിയും മുണ്ടും രണ്ടാം മുണ്ടും ബ്ലൗസ് പീസും അങ്ങനെയുള്ളതൊക്കെ ലാർജ് സ്കെയിലിൽ ഒന്നാമതൊരു ബൂർഷ്വാ കുടുംബത്തിൽ നിന്ന് വന്നാ പറയുന്നത്. അന്ന് അതിന് ആവശ്യമുള്ള തുണി കൊട്ടാരക്കരയിൽ നിന്ന് കൊണ്ടുവരുന്നത് കാളവണ്ടിയിലാണ്. അതിനുവേണ്ടി ഒന്നോ രണ്ടോ മൂന്നോ കാളവണ്ടിയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാമൂഹ്യമായ ഒരു പശ്ചാത്തലമാണ് എന്നെ കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത്. തൊഴിലാളികൾക്കും ജോലി ചെയ്യുന്നവർക്കും അന്ന് വണ്ടിയാഫീസല്ലോ, ജോലി ചെയ്യുന്നവർക്കും വീട്ടിൽ ജോലി ചെയ്യുന്നവർക്കും ഓണത്തിന് ആവശ്യമുള്ളതൊക്കെ ആ ആളിനും കുടുംബത്തിനും കൊടുക്കുക എന്ന് പറയുന്ന ഒരു സാമൂഹ്യ നന്മയുടെയും ജീവിയുടെയും ഭാഗമായിട്ടാണ് ഞാൻ ഓണത്തിന് കണ്ടിട്ടുള്ളത്. അല്ലാതെ ഞാൻ ഈ ഇത്ര പായസം വെക്കുമെന്നോ അല്ലെങ്കിൽ എത്ര ഇനം പായസം ഉണ്ടായിരുന്നോ പർപ്പടകത്തിന് വലിപ്പം കൂടുതലുണ്ടായിരുന്നു എന്നുള്ളതിനെ പറ്റി എനിക്കൊരു ഓർമ്മ പോയിട്ടില്ല. കാരണം അങ്ങനെ ഒരു ചുറ്റുപാടിലല്ല. മിക്കവാറും എന്നും വീട്ടിൽ ഭക്ഷണമുള്ള പോലെ അന്നും എന്നും വീട്ടിൽ ഭക്ഷണം കഴിക്കുന്ന പോലെ അന്നും വ്യത്യാസമൊന്നുമില്ല. പക്ഷേ അന്നത്തെ ഭക്ഷണം സ്വല്പ വ്യത്യാസം കാണുന്നത് മറ്റുള്ളവർക്കൂടെ കൊടുക്കുമ്പോഴാണ്. വീട്ടിലൊക്കെ ആണെങ്കിൽ ഒരു ദിവസം ആ പ്രദേശത്തെ മുഴുവൻ ആളുകൾക്കും ഉച്ചക്കലത്തെ ആഹാരം, അവിട്ടം എന്ന് പറയുന്ന ദിവസം ഉച്ചക്കലത്തെ ആഹാരമാണ് വലിയ സദ്യയാണ്. അതൊക്കെ ഒരു സന്തോഷമുള്ള കാലഘട്ടം. കളിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിലൊന്നും പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ സ്കൂളിൽ പഠിച്ചത് കൊല്ലം, തിരുവനന്തപുരം, പുനലൂർ ഈ സ്കൂളുകളിലാണ്. അന്നൊന്നും ഓണത്തിനൊന്നും പങ്കെടുക്കാനില്ല. മാത്രമല്ല നാട്ടിൽ വരുമ്പോൾ 4ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ച ചില കൂട്ടുകാരല്ലാതെ വേറെ വലിയ സെറ്റൊന്നും ഇല്ലല്ലോ, അറിയപ്പെടുന്ന സെറ്റൊന്നുമില്ല. എങ്കിലും അതിലൊക്കെ പങ്കെടുക്കും. അന്ന് ഇതൊന്നുമല്ലോ, ഫുട്ബോളും വോളിബോളും ക്രിക്കറ്റും ഒന്നും ആരും കണ്ടിട്ടില്ല. അത് അന്ന് സ്ത്രീകളുടെ പ്രത്യേകമായ തിരുവാതിര, പാട്ട്, പിന്നെ കൈകൊട്ടിക്കളി, കോൽക്കളി, അതുപോലെ പുരുഷന്മാരുടെ കിളിത്തട്ട്, ഓലപ്പന്ത് തട്ടി കളിക്കുക, കുഴിപ്പന്ത്, മുറിയടി, അതാണും പെണ്ണും എല്ലാം ഉൾപ്പെടെ കാണാൻ വേണ്ടി വലിയ കൂട്ടമാണ്. ഇങ്ങനെയുള്ളതൊക്കെയാണ് ഓണത്തിൻ്റെ ഒരു കലാപരമായ അല്ലെങ്കിൽ ഈ സ്പോർട്സ് രംഗത്തുള്ള ഒരു കോൺട്രിബ്യൂഷൻ. അതിലൊന്നും പങ്കെടുക്കാൻ എനിക്കറിയില്ല ഇതൊന്നും. പിന്നെ സ്ഥിരം 2-3 ദിവസം ചീട്ട് കളിച്ചാളി ആളുകൾ എവിടെങ്കിലും വാലിന്ത്യം കൂട്ടിയിരുന്ന് സ്ഥിരം ചീട്ട് കളിച്ച്. ഇപ്പോഴത് ഓർമ്മയുണ്ട്. തലയെ തൊപ്പി, ഈ ഓലക്കാലുകൊണ്ടുള്ള തൊപ്പി, കാലിൽ വെള്ളക്കാ കിഴിച്ചിട്ട കുടുക്ക്, തോറ്റു കഴിയുമ്പം കാശ്മീരിലോ ചീട്ട് കളി. അന്നൊരിക്കലും കാര്യം അതൊക്കെ കാണുന്ന ഒരു രസമാണ്. എന്തിനാണ് ഇടുന്നതെന്നൊക്കെ ആദ്യം നമുക്ക് തോന്നും. പക്ഷേ പിന്നീടാണ് മനസ്സിലാകുന്നത്. ചിലപ്പോൾ 2 കാതിലും കുടുക്ക് തോറ്റു കഴിയുമ്പോൾ മനസ്സിലായില്ല. ഇങ്ങനെ ഉള്ള പഴയ ഓർമ്മകളുണ്ട്. ഇന്നിപ്പോൾ അങ്ങനെയുള്ള ഒന്നുമില്ല. ആ കലകളും പോയി. പിന്നെ മദ്യപാനമില്ലായിരുന്നു. ഇന്നിപ്പോൾ തുടങ്ങുന്നിടത്തൊക്കെ മദ്യമാണ്. അന്ന് മദ്യപാനമില്ല. ഈ വരുന്നവരാരും ചെറുപ്പക്കാരും തന്നെ പ്രായമായവരും മദ്യം കഴിക്കില്ല. കുറച്ച് പ്രായമായവരാണെങ്കിൽ അവർ ചീട്ട് കളിക്കും. ഏതെങ്കിലും ഒരു വീട്ടിൽ കൂടി പൂവത്തിരുന്ന് ചീട്ട് കളിക്കും. മദ്യപാനമില്ല. അതൊരു വലിയ കാര്യമല്ലേ. ഇന്നിപ്പോൾ നടക്കാൻ പോകുമ്പോഴും മദ്യം അടിച്ചു പോകുന്ന ആളുകളാണ്. അപ്പോൾ അതില്ല. അപ്പോൾ അത് അങ്ങനെയുള്ള ഒരു ഓർമ്മയാണ് എനിക്ക് ഓണത്തെക്കുറിച്ചുള്ളത്. ഇന്നിപ്പോൾ ഓണത്തിൻ്റെ രീതികൾ ഒരുപാട് മാറിപ്പോയി. ഇപ്പോൾ ഓണം കഴിയുമ്പോഴേ തീരുമാനിക്കുന്നത് ഏത് ബീവറേജ് കോർപ്പറേഷനാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെന്നുള്ള ഒരു സിറ്റുവേഷനിലേക്കാണ് അതാണ് പബ്ലിസിറ്റി ആയിട്ട് വരുന്നത്. മാത്രമല്ല, ഈ ബ്യൂറേജസ് കോർപ്പറേഷൻ ഈ രാജ്യത്ത് അച്ചടക്കം പഠിപ്പിച്ച ഒരു സ്ഥാപനം. തീർച്ചയായും ഇത്രയും അച്ചടക്കത്തോടുകൂടി എത്ര മഴയായാലും വെയിലായാലും ക്യൂ നിൽക്കുന്ന ഒരു സ്ഥാപനം ലോകത്ത്. റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റിൽ പോലും കിടത്താണ്ടും. ട്രാൻസ്പോർട്ട് ബസ്സിൽ 2 പേരെ കയറാവുള്ളെങ്കിലും 2 പേരും തമ്മിൽ ഇടിക്കും. വണ്ടി നിർത്തുമ്പോൾ 2 പേരും തമ്മിൽ 2 പേർക്കും കയറാൻ സ്ഥലമുണ്ട്. അകത്ത് 10 പേർക്ക് കയറാൻ സ്ഥലമുണ്ടെങ്കിലും 2 പേരും ഇടിക്കും. ട്രെയിനിലിടിക്കും. കയറി കഴിഞ്ഞാൽ വേറെ ആരും ഇരിക്കാതിരിക്കാൻ വേണ്ടി 2 കാര്യം നീട്ടി വെച്ചാൽ കിടക്കും. ട്രെയിനിലൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ഒരു മനസ്സിലേക്ക് കുറച്ചുകൂടെ
റിഫൈൻഡ് ആയിട്ടുള്ള ആളുകളായിരുന്നു പഴയ ആളുകൾ. തീർച്ചയായും വിദ്യാഭ്യാസം കുറവായിരുന്നെങ്കിലും ചിന്തയിലും പ്രവൃത്തിയിലും പാവപ്പെട്ടവനോട് അനുഭാവവും കാര്യങ്ങളും ഒക്കെയുള്ള ഇതുപോലെ സ്ത്രീകളെ അവമാനിക്കുക, കൊലപാതകങ്ങൾ, തമ്മിത്തല്ല്. ഞാനൊക്കെ ജനിച്ചു വളർന്ന നാട്ടിൽ എനിക്കൊരു 35-40 വയസ്സുവരെ ഒരു കൊലപാതകവും ഒരു വലിയ അടിപിടിയും നടന്നിട്ടില്ല. അതിനുശേഷം പല കൊലപാതകങ്ങൾ നടന്നു. അതെ അതെ, അതൊന്നും നടന്നിട്ടില്ല. വിദ്യാഭ്യാസം കൂടുതലില്ലെങ്കിൽ നടന്നിട്ടില്ല. പിന്നെ ഇന്നത്തെ പോലെ ശുചിത്വമൊന്നുമില്ല, പൊതുസ്ഥലത്ത് അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടത്തും. പക്ഷെ സ്ത്രീകൾക്ക് ഭയാശങ്കകൾ കൂടാതെ നടക്കാമായിരുന്നു ആ കാലത്ത്. ഇന്ന് അത് കഴിയുന്നില്ല. അതൊക്കെ നമ്മുടെ സാമൂഹ്യ മണ്ഡലത്തിൽ വന്ന വലിയ തകരാറുകളും പുഴുക്കുത്തുകളുമാണ്. അങ്ങനല്ല ഓണത്തിൻ്റെയൊക്കെ സങ്കല്പം. അതെ, ഓണത്തിൻ്റെ സങ്കല്പം അതല്ല. എല്ലാവരും ഒരുമയോട് അതെ, ഒരു സ്ത്രീയെ പണ്ടാണെങ്കിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഇല്ലാന്നൊക്കെ, പക്ഷെ ഒരു സ്ത്രീ റോഡിൽ കൂടെ പോയാൽ ആ സ്ത്രീയെ ബഹുമാനത്തോടു കൂടി മാത്രമേ നോക്കുകയോ അവരോട് സംസാരിക്കുകയോ ചെയ്യാറുള്ളൂ. ഇന്നതല്ല. ഇന്ന് ബഹുമാനത്തോടു കൂടിയല്ല നോക്കുന്നത്, മറ്റു ചില ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടിയാണ് നോക്കുന്നത്. അത്രമാത്രം നമ്മൾ പുറകിലേക്ക് പോയി കേരളം. തമിഴ്നാട്ടിലൊക്കെ ഇന്നും നമ്മൾ ചെന്നാൽ സ്ത്രീയെ അവർ ആരാധിക്കുക. സ്ത്രീയോട് വലിയ ബഹുമാനമാണ്. ഇവിടുത്തെക്കാളൊക്കെ പല രാജ്യങ്ങളെക്കാൾ സുരക്ഷ ഇവിടെ മാത്രമല്ല, പല രാജ്യങ്ങളെക്കാൾ, ഇപ്പോൾ UP ഒക്കെ ഉൾപ്പെടെ രാജ്യങ്ങളെക്കാൾ സുരക്ഷ തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിലുണ്ട്. സ്ത്രീക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംസ്കാരം. പക്ഷേ ആ സംസ്കാരമുണ്ടെന്ന് കരുതപ്പെടുന്ന പല സംസ്ഥാനങ്ങളും കേരളം ഉൾപ്പെടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന കേസുകളിൽ വലിയൊരു ശതമാനം സ്ത്രീ പീഡനവും സ്ത്രീകളെ അവമാനിക്കലുമാണ്. നമ്മുടെ ഒരു കൾച്ചറിന് ഒരിക്കലും ചേരാത്ത, കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക മണ്ഡലത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഒട്ടും ചേരാത്ത പ്രവർത്തനങ്ങളാണ് ഇന്ന് നടക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ മൂല്യച്യുതി എല്ലായിടത്തും എത്തി. അതിനുശേഷം മന്ത്രിയായി, വർഷങ്ങളോളം മന്ത്രിയായി, ആ തിരക്കുകൾക്കിടയിലും ഓണത്തിനുള്ള സമയം അല്ലെങ്കിൽ ആ ഒരു സമയം കുടുംബത്തോട്, അച്ഛനാണ്, മുത്തച്ഛനാണ്, അപ്പോൾ അതുകൊണ്ട് അങ്ങ് ഒരുപാട് റോളുകൾ ഉണ്ടായിരുന്നപ്പോഴും അത് ആഗ്രഹിക്കുന്നില്ല. അതിനെപ്പറ്റി ഞാൻ ഒന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പക്ഷേ പൊട്ടിച്ചിരിക്കും. എൻ്റെ മൂത്ത മകള് ജനിച്ചൊരു ഏതാനും മാസത്തിനകമാണ് ഞാൻ MLA ആകുന്നത്. ഞാൻ വളരെ ചെറുപ്പത്തിലെ കല്യാണം കഴിച്ചു. വീട്ടിലാരുമില്ല. എനിക്ക് 7 സഹോദരിമാരാണ് മൂത്ത. അവർ 7 പേരും എനിക്ക് ഓർമ്മയായപ്പോൾ തന്നെ വീട് വിട്ടു. 7 വയസ്സ് മുതൽ കല്യാണം കഴിപ്പിക്ക് വന്ന് നായരുടെ 7 വയസ്സുള്ള സഹോദരിയെ കല്യാണം. എൻ്റെ ഏറ്റവും നേരെ മൂത്ത സഹോദരി 3 വയസ്സ് മൂത്തതാണ്. അവരുടെ കല്യാണം എനിക്ക് നേരിയ ഓർമ്മയുള്ളൂ. അപ്പോൾ എത്ര വയസ്സുണ്ടായിരുന്നു ആലോചിച്ചാൽ മതി. അന്ന് അവരൊക്കെ ഓരോ വീടുകളിലാണ് മിക്കവാറും. ആ വീടുകളിൽ നിന്ന് ഓണം ആഘോഷിക്കാനൊന്നും വരാനൊന്നും പറ്റില്ല. അപ്പം എൻ്റെ വീട്ടിൽ അമ്മയ്ക്ക് സഹായമായി ആരെങ്കിലും വരണമെന്ന് കരുതി ഞാനൊരു 22-23 വയസ്സായപ്പോൾ കല്യാണം കഴിച്ചു. പ്രേമിച്ചൊന്നുമല്ല, അല്ല കല്യാണം കഴിപ്പിച്ചു. പക്ഷേ ഞാൻ വളരെ സജീവ രാഷ്ട്രീയത്തിലായിരുന്നു. എൻ്റെ മൂത്ത മകളെ ജനിച്ചത് ഞാൻ MLA ആകുന്നതിന് സ്വല്പം മുമ്പാണ്. പക്ഷേ ഒരു 5-6 വയസ്സ് വരെ എന്നെ അച്ഛൻ ഇവിടെ നിന്ന് ചോദിച്ചാൽ പടം ചൂണ്ടിക്കാണിക്കായിരുന്നു പതിവ്. അന്നത്തെ രാഷ്ട്രീയക്കാരൻ്റെ ജീവിതത്തെപ്പറ്റി ഒരു ഉദാഹരണം എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണ്. മകളെ വിളിച്ചാൽ അവൾ അടുത്തോട്ട് വരികയില്ല. കാരണം ഒരു അച്ഛൻ എവിടെ നിന്ന് ചോദിച്ചാൽ ഭിത്തി കാണുന്ന പടം ചൂണ്ടിക്കാണിക്കും. അന്നായിരുന്നു ഒരു രാഷ്ട്രീയക്കാരൻ്റെ ജീവിതം അതായിരുന്നു ആ കാലഘട്ടം. അതായത് 25 വയസ്സായപ്പോൾ തന്നെ സ്വന്തം പിള്ളേർ അച്ഛനാണെന്ന് പറഞ്ഞ് തിരിച്ചറിഞ്ഞ് വരാൻ കഴിയാത്തവണ്ണം സംഭവബഹുലവും ഒരുപാട് ജോലിയും ഉള്ള ഒന്നായിരുന്നു. പിന്നെ ഇവിടെ ഓണം വരുന്നത്. അപ്പോൾ അതായിരുന്നു ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ. നമ്മളൊക്കെ മൈലുകൾ നടക്കുക, വെള്ളം പോലും കുടിക്കാതെ കഴിയുക, മിക്കവാറും ഉച്ചയ്ക്കൊക്കെ പട്ടിണി കിടക്കുക. ഇതൊക്കെ ഒരു സാധാരണ സംഭവമായിരുന്നു. എനിക്ക് എൻ്റെ ഒരു സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാറൊന്നും എങ്ങും പോകത്തില്ല, മൈലുകൾ നടക്കുക. അന്ന് നമ്മുടെ ഈ മനം പ്രദേശങ്ങളിലൊക്കെയാണ് ഞാൻ MLA ആയിരിക്കുമ്പോൾ തോട്ടങ്ങളിലൊക്കെ തൊഴിലാളി പ്രവർത്തനത്തിന് കയറിയാൽ 6-7 ദിവസം കഴിഞ്ഞാണ് തിരിച്ച് തോട്ടങ്ങളിൽ നിന്ന് ഇറങ്ങുന്നത്.
ഇന്നിപ്പോൾ രാവിലെ പോയി ഒരു മണിയാവുമ്പോൾ തിരിച്ചു വരികയല്ലേ. അന്നതില്ല, അന്ന് റോഡൊന്നുമില്ല. ആനയും മറ്റ് മൃഗങ്ങളും ഒക്കെ ഉള്ള സ്ഥലത്തൂടാണ് നമ്മൾ രാത്രി 10 പേരെയും കൂട്ടി ചൂട്ടും കെട്ടി ഒക്കെ പോകുന്നത് പല സ്ഥലത്തും. ആ നിയോജകമണ്ഡലം, പത്തനാപുരം നിയോജകമണ്ഡലത്തിൽ പ്രത്യേകിച്ചും. അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ തന്നെ ഒരു എന്താ പറയണ്ടേ, ഒരു ഗതി മാറിയിരിക്കുന്നു. ഞാൻ MLA ആകുമ്പോൾ ശമ്പളം 100 രൂപ. അതെ, ഇന്നത്തെ ശമ്പളം ദിവസം 5 രൂപ. വീട്ടിൽ നിന്ന് കാശ് കൊണ്ടുപോയാൽ ജീവിക്കുന്നത്. കാറുള്ള MLA മാരില്ല, അതിലൊരാൾ ഞാനാണ്. അങ്ങനെ ഒരു ത്യാഗോജ്വലമായ ജീവിതം നയിച്ച ഒരു പഴയ തലമുറയുടെ ഇനി തുടർന്ന് ജീവിച്ചിരിക്കുന്ന കണ്ണികളിൽ ചുരുക്കപ്പെട്ട ആളാണ് ഞാൻ. ജീവിതത്തിൻ്റെ സുഖമൊന്നും അനുഭവിക്കില്ല. നിങ്ങളോട് പറയാൻ, നെയ്യാറ്റിൻകരയും മറ്റും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തിന് പോകുമ്പോൾ രാത്രി 11 മണി 12 മണിയാകും. അപ്പോൾ എന്താ മാർഗം? ബസ്സില്ല. അന്നേരം 6 മണി 7 മണി കഴിഞ്ഞാൽ നെയ്യാറ്റിൻകര എന്നുള്ള ലാസ്റ്റ് ബസ് തിരുവനന്തപുരത്തുള്ളൂ. കാട്ടാക്കട, നെയ്യാറ്റിൻകര, കണിയാപുരം, ആറ്റിങ്ങൽ നടന്ന. അപ്പോൾ എന്താ മാർഗം? കോൺക്രീറ്റ് റോഡാ. നല്ല ചെരുപ്പ് വേണമല്ലേ, ആണി കയറും. കാളയുടെ ലാടത്തിൻ്റെ ആണി കയറും കാര്യം. നല്ല കട്ടിയുള്ള ടയറിട്ട ചെരുപ്പാണ് എന്നിടുന്നത്. അതുപോലെ ചെരുപ്പിടത്തില്ലായിരുന്നു. ചെരുപ്പിടാൻ തന്നെ കളയിൽ പോയതിന് ശേഷം ആ ചെരുപ്പിട്ട് തുടങ്ങി. ആയിരക്കണക്കിന് കാളവണ്ടികൾ, ഇന്നെല്ലാം ലോറിയല്ലേ. ഈ അന്നത്തെ തമിഴ്നാടെന്ന് പറയുന്ന കേരളത്തിൻ്റെ തെക്കൻ ജില്ലകൾ. തമിഴ്നാട് മാറുന്നൊക്കെ എൻ്റെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് തമിഴ്നാട് മാറുന്നത്. 57 ഞാൻ കോളേജ് വിടുന്നു എറണാകുളത്ത് നിന്ന്. അത് കഴിഞ്ഞ് അന്നാണ് കേരളം ഉണ്ടാകുന്നത്. 56 57 ആദ്യത്തെ തെരഞ്ഞെടുപ്പ്. അപ്പോൾ എന്താ ചെയ്യുന്നത്? റാന്തൽ കെട്ടി തൂക്കിയ കാളവണ്ടികൾ ഇങ്ങനെ ഒന്നൊന്നായി പോകും. കാളയുടെ മണിയും ഈ ഏതെങ്കിലും കാളവണ്ടികളിൽ പിടിച്ച്, അന്ന് സ്ട്രീറ്റ് ലൈറ്റൊന്നുമില്ല, നടന്ന് നേരം വെളുക്കാറാവുമ്പോൾ തിരുവനന്തപുരത്ത് വരും. വളരെ ക്ഷീണിച്ചാൽ വഴി കാണുന്ന ഏതെങ്കിലും ചായക്കടയുടെ പുറത്തൊരു ബെഞ്ചിട്ടേക്കും. രാവിലെ വരുന്നവർക്ക് ഇരുന്ന് ചായ കുടിക്കാൻ ആ ബെഞ്ചേ കയറി കിടക്കും. അതിൻ്റെ കയ്യിലിരിക്കുന്ന കടലാസ് വിരിച്ച് തറയിൽ കിടക്കും. അങ്ങനെയൊക്കെ ജീവിതം തള്ളി നീക്കിയിട്ടുള്ളവരിലൊരാളാണ്. ഇതൊക്കെ ഒരു 20 ഒരു 18 വയസ്സിനൊക്കെ മുമ്പുള്ള കാര്യമായി പറയുന്നത്. അപ്പം അങ്ങനെ അതുകൊണ്ട് ഈ ആഘോഷങ്ങളൊന്നും ആഘോഷിക്കാനുള്ള ഒരു സാഹചര്യം വളരെ ചെറുപ്പകാലത്ത് തന്നെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചിരിക്കില്ല. എന്നാൽ എല്ലാവരും ഈ ആഘോഷങ്ങളൊക്കെ നടത്തുമ്പോൾ, ഓണത്തിനൊരു ദിവസമോ വീട്ടിലുള്ള സമയത്ത് നടത്തുമ്പോൾ നമ്മളത് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. അവർക്കും ഒരു സന്തോഷം ഉണ്ടാവും. അച്ഛൻ കൂടെ ഉണ്ടല്ലോ, മുത്തച്ഛൻ കൂടെ ഉണ്ടല്ലോ എന്നുള്ള സന്തോഷം അവർക്കുണ്ടാവും. അങ്ങനെ